ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ഞങ്ങൾ തുടങ്ങുകയാണ്. റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ. അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ മഹത്തമായ നാമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ മഹത്വം പഠിപ്പിച്ചതാണ് അസ്മാഉൽ ഹുസ്ന. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ മനസ്സിലെ ഖൈറായ മുറാദുകൾ നിങ്ങൾ കരുതുക. എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിലെ ഖൈറായ മുറാദുകൾ വെച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലണേ. റബ്ബേ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിൽ എന്താണോ ഞങ്ങളെ നീയത്ത് വെക്കുന്നത്, റബ്ബാകുന്ന നീ അത് സാധിപ്പിച്ച് തരണേ റഹ്മാനേ. പലരും രോഗികളാണ്, പലരും വല്ലാത്ത രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. വലിയ വലിയ രോഗങ്ങളെ തന്നെ അല്ലാ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനേ. ശരീരം കീറിമുറിക്കുന്ന രോഗങ്ങളെ തന്നെ ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ ധാരാളം വിഷമങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. പാവങ്ങളാണ് റഹ്മാനേ, നീ റാഹത്ത് നൽകണേ റഹ്മാനേ. അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റണേ അല്ലാഹ്, അവരുടെ സങ്കടങ്ങളെല്ലാം നീക്കണേ അല്ലാഹ്. നീ അവർക്ക് റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ. എന്തെല്ലാം നീയത്ത് വെച്ചിട്ടാണോ ഞങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്നത്, റബ്ബേ കാലങ്ങളായി സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹ് അല്ലാഹ്, നീ അവർക്ക് റാഹത്തുള്ള ഒരു വീട് നൽകണേ റഹ്മാനേ. ഒരു നല്ലൊരു ഭവനം നീ നൽകണേ അല്ലാഹ്. ഒരു വീട് സ്വപ്നം കണ്ടിരിക്കുന്ന എത്രയോ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, നീ അവർക്ക് റാഹത്തുള്ള ഐശ്വര്യമുള്ള സന്തോഷമുള്ള ഒരു വീടിനെ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് ഖൈറായ ഒരു വീട് നൽകണം അല്ലാഹ്. ഖൈറായ ബർക്കത്തുള്ള ഒരു വീട് നൽകണേ റഹ്മാനേ. വീടില്ലാതെ വിഷമിക്കുന്നവർ എത്രയാണ് യാ റബ്ബേ. റാഹത്തുള്ളൊരു ഭവനം നീ നൽകണേ റഹ്മാനേ. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുമുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാഹ്, രക്ഷ തരണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനേ. ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് യാ അല്ലാഹ്. നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ റഹ്മാനേ. സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനേ. കാലങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. എത്ര പ്രിയപ്പെട്ടവരാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ എത്രയാണ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്.
യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. റബ്ബേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ എത്രയാണ് അല്ലാഹുവേ. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടവര്. എന്താണ് എന്റെ സന്തോഷം ഉസ്താദ് മജ്‌ലിസിൽ വായിക്കുന്നത്? ഞാൻ ഗർഭിണിയാകും, ഇൻഷാ അല്ലാഹ് ഒരു നാൾ എനിക്കും അല്ലാഹു മക്കളെ തരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളെ മജ്‌ലിസിൽ സ്ഥിരമായി കൂടുന്നവരുണ്ട്. കൂടിയവർക്കുള്ള മള്ള വെറുതെ ആക്കിയിട്ടില്ല. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഇതുവരെ കൈവിട്ടിട്ടില്ല. ഇനിയും റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ. ഞങ്ങളൊക്കെ സാധുക്കളാണ്, സൽക്കർമ്മങ്ങളൊക്കെ കുറഞ്ഞവരാണ്. കൂടുതലൊന്നും എടുത്തു പറയാൻ ഞങ്ങളെ കയ്യിൽ ഇബാദത്തുകളില്ല. കുറെ കാട്ടിക്കൂട്ടലുകള്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരും എങ്കിലും ഈ ജനലക്ഷങ്ങളെ കൂടെ ഞങ്ങളും നിന്നിലേക്ക് കൈകളുയർത്തുമ്പോ അവരെ പ്രതീക്ഷയിലാണ് ഞങ്ങളെ കൈകളുയർത്തുന്നത്. ഒരു നാള് നീ ഞങ്ങളെ ദുആ കേൾക്കുമല്ലോ, ഒരു നാള് നീ ഞങ്ങൾക്ക് മക്കളെ തരുമല്ലോ, ഒരു നാള് ഞങ്ങളെ കാര്യങ്ങളൊക്കെ റാഹത്താകുമല്ലോ. അല്ലാഹ് ഒരുപാട് പ്രതീക്ഷയിലാണ്, ഒരുപാട് പ്രതീക്ഷയിലാണ്. ഞങ്ങളെ കൈവടിയല്ലോ അല്ലാഹ്, ഞങ്ങളെ കൈവടിയല്ലോ അല്ലാഹ്, ഞങ്ങളെ കൈവടിയല്ലോ അല്ലാഹുവേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ അപ്പേ ഞങ്ങളെ മനസ്സില്, ഈ ഉമ്മമാരുടെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഈ ബാപ്പമാരുടെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ. നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ. അസ്മാഉൽ ഹുസ്ന തുടങ്ങട്ടെ മുഅ്മിനീങ്ങളെ, എല്ലാവരും നല്ല മുറാദ് വെച്ചിട്ടിരിക്കണേ. രോഗികളുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലി മന്ത്രിച്ച വെള്ളത്തിലൂടെ എന്റെ രോഗം മാറണം. മാറും മോളെ, മാറും ഉമ്മമാരെ, ബാപ്പമാരെ. ആ ഒരു നീയത്തോടുകൂടി ഇരുന്നാൽ മാറുന്നതാണ്. വേദന മാറണം, കടച്ചില് മാറണം, ക്ഷീണം മാറണം, പകർച്ചവ്യാധി മാറണം, അലർജികൾ മാറണം, ശരീരത്തിലുള്ള കലകൾ മാഞ്ഞു കിട്ടണം. എന്റെ മനസ്സൊന്ന് നന്നാവണം, ഭർത്താവിന്റെ മനസ്സൊന്ന് നന്നാവണം, ഭർത്താവിന്റെ മദ്യപാനം മാറണം. എത്രയെത്ര ഭർത്താക്കന്മാരാണ് മദ്യപിച്ച് വീട്ടിൽ വരുന്നത് കാരണം വിഷമിക്കുന്ന നമ്മുടെ ഉമ്മമാരെ. എത്രയെത്ര കുടുംബങ്ങളാണ് മക്കള് മദ്യപിക്കുന്ന കാരണം കൊണ്ട് മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കുന്നത്. അവരുടെ കല്യാണം ശരിയാവുന്നില്ല, അവരുടെ സഹോദരങ്ങളുടെ കല്യാണം ശരിയാവുന്നില്ല, സഹോദരിമാരുടെ കല്യാണം ശരിയാവുന്നില്ല. ഒരു മോന്റെ മദ്യപാനം കാരണം, അതല്ലെങ്കിൽ ഉപ്പാന്റെ മദ്യപാനം കാരണം മറ്റുള്ളവരുടെ കല്യാണങ്ങൾ പോലും മുടങ്ങിപ്പോവുകയാണ്. നാട്ടുകാരവരെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുകയാണ്. വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അല്ലാഹുവേ, യാ മുഖല്ലിബുൽ ഖുലൂബ്, ഖൽബിനെ മാറ്റിമറിക്കുന്നവൻ നീയാണ്, ഖൽബിലേക്ക് നല്ല ചിന്തകൾ നൽകുന്നവൻ നീയാണ്. നന്നാവണമെന്ന ചിന്ത ഖൽബിലേക്ക് ഇട്ടുകൊടുക്കാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്ക് കഴിയൂല. തെറ്റില്ലല്ലോ മാറി നിൽക്കണം എന്ന ചിന്ത ഹൃദയത്തിലെ വെച്ചു കൊടുക്കാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയൂല. ഞങ്ങളെ ചെറുപ്പക്കാരുടെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ യുവാക്കളുടെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്.
ഞങ്ങളെ യുവാക്കളുടെ മനസ്സ് നന്നാക്കണേ അല്ലാ. ഈ അടുത്തൊരു ചെറുപ്പക്കാരവെന്ന് പറഞ്ഞു, ഉസ്താദേ എനിക്ക് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹമുണ്ട്, ഉസ്താദ് എനിക്കൊരു മാർഗം പറഞ്ഞു തരുമോ? അല്ലാ, ഞാൻ ആ കൂട്ടുകാരനോട് ചോദിച്ചു, മോനെ നീ സുബഹ് നമസ്കരിക്കാറുണ്ടോ? നീ നമസ്കാരം കളാവാറുണ്ടോ? അബ്ബേ ജുമാ ഞാൻ നമസ്കരിക്കാറുണ്ട്, ജുമാ നമസ്കാരം ഞാൻ നിർവഹിക്കാറുണ്ട്. എന്റെ സാഹചര്യം അങ്ങനെ അടിമപ്പെട്ടു പോയി ഉസ്താദേ, ഞാൻ അങ്ങനെയൊന്നും ആവേണ്ട ആളല്ല. അബ്ബേ ആ ചെറുപ്പക്കാരന് മാറണമെന്ന ചിന്ത വന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അല്ലാ, ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, മോനെ നീ ഒരു ദിവസം എന്റെ കൂടെ മടവൂരിലേക്കൊന്ന് പോരുമോ? എന്റെ കൂടെ എന്റെ ഭാഗത്തെ മടവൂരിലേക്കൊന്ന് പോരുമോ? ആ കൂട്ടുകാരൻ ചോദിച്ചു, ഉസ്താദേ ഉസ്താദിന്റെ വാഹനത്തിൽ എന്നെ കൊണ്ടുപോവോ? ഞാനൊരു കള്ളുകുടിയനല്ലേ, ഞാനൊരു മദ്യപിക്കുന്നവനല്ലേ, എന്നെ നിങ്ങളെ വാഹനത്തിൽ നിങ്ങളെ കൊണ്ടുപോവോ? സാരമില്ല മോനെ, എന്റെ മനസ്സിൽ അങ്ങനെ മാറാറുള്ള ചിന്ത വന്നല്ലോ, അതുകൊണ്ട് എന്റെ വാഹനത്തിൽ തന്നെ എന്റെ കൂടെ തന്നെ നീ മടവൂരിലേക്ക് പോരണം, തയ്യാറാവണം. പക്ഷേ മടവൂരിലെത്തിയാൽ അവിടെ നിന്ന് മനസ്സുകൊണ്ട് നീ തീരുമാനിക്കണം, ഇനി ഞാൻ മദ്യപിക്കൂല എന്ന് തീരുമാനിക്കണം. ഇൻഷാ അല്ലാ ആ കൂട്ടുകാരൻ പോരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ റാഹത്തിലാക്കണേ റഹ്മാനേ. നമ്മുടെ യുവാക്കൾക്ക് മാറണമെന്ന ചിന്തയുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മളവരെ കുറ്റപ്പെടുത്തുമ്പോ, നമ്മളവരെ ഒറ്റപ്പെടുത്തുമ്പോ അവരെ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവൻ കരുതിയത് നമ്മളവന്റെ തോളത്ത് കൈയിടൂല എന്നാണ്, നമ്മളവനെ ചേർത്ത് പിടിക്കൂല എന്നാണ്. അങ്ങനെ മാറ്റി നിർത്താതെ കൂടെ കൊണ്ടു നടന്നേ. പെങ്ങളെ, നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം ഉമ്മമാരെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമ്പോളെ, നിനക്കല്ലാതെ നിങ്ങൾക്കല്ലാതെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറ്റാൻ മറ്റൊരാൾക്ക് പ്രയാസമാണ്. ലോകത്ത് ഒരാളെ നന്നാക്കാനുള്ള ഒരേ ഒരു മാർഗം അത് സ്നേഹം മാത്രമാണ്. ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒരാൾ നന്നാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടിച്ചത് കൊണ്ട് ഒരാൾ നന്നാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നന്നാവും, പക്ഷേ അതിനെല്ലാം ഒരു അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പ് കടന്നാൽ അതെല്ലാം വീണ്ടും തെറ്റിലേക്ക് തന്നെ മടങ്ങി വരും. പക്ഷേ സ്നേഹിക്കലിലൂടെ, ചേർത്ത് പിടിക്കലിലൂടെ, സ്നേഹം കൊടുക്കലിലൂടെ ഒരാളുടെ മനസ്സിനെ നമുക്ക് മാറ്റാം. ചെറുപ്പക്കാരാ, മാറ്റാം പെങ്ങളെ. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഭർത്താവിനെ സ്നേഹിച്ച് 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 നിങ്ങൾ നന്നാക്കണോ? തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരനെ സ്നേഹം കൊടുത്ത് നിങ്ങൾ നന്നാക്കണം. അങ്ങനെയല്ലോ ഒരു കാലഘട്ടത്തെ മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹം കൊടുത്തുകൊണ്ടാണ്, പ്രിയപ്പെട്ടവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട ഒരു സമുദായത്തെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. കല്ലുപിടിച്ചിരുന്ന ഒരു വിഭാഗത്തെ, പെണ്ണുപിടിച്ചിരുന്ന ഒരു വിഭാഗത്തെ, തോന്നിവാസം ചെയ്തിരുന്ന ഒരു വിഭാഗത്തെ, വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായി എല്ലാ ദിവസവും ചീത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ഒരു വിഭാഗത്തെ മദ്യപാനമില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുവന്ന മുത്തുനബി, പ്രശ്നങ്ങളില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുവന്ന മുത്തുനബി. ആരാണ് ഉമ്മയെന്ന് പഠിപ്പിച്ച മുത്തുനബി? ആരാണ് ബാപ്പയെന്ന് പഠിപ്പിച്ച മുത്തുനബി? ആരാണ് ഭാര്യയെന്ന് പഠിപ്പിച്ച മുത്തുനബി? പെങ്ങളേതാണ്, പെണ്ണ് ഏതാണ്, ഭാര്യ ഏതാണ്, മറ്റുള്ളവർ ഏതാണെന്ന് സ്നേഹത്തോടെ പഠിപ്പിച്ചില്ലേ നമ്മുടെ പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ മജ്‌ലിസിനെ അനുഗ്രഹിക്കണേ. ആ ചെറുപ്പക്കാരൻ അറിവുന്നിലാതെ കേൾക്കുന്ന കൂട്ടുകാരനാണ്, കുടുംബത്തിലെ ഒരു പൊന്നുമോനാണ്, ഉമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ്
സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നന്നാവാനുള്ള മനസ്സല്ലാഹു ആ കൂട്ടുകാരനെ കൊടുത്തുവല്ലോ. നമ്മുടെ ചെറുപ്പക്കാരെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാരെ നീ നന്നാക്കി തരണേ അല്ലാ. നല്ല മക്കളാക്കണേ അല്ലാ. നല്ല മക്കളാക്കണേ അല്ലാ. നിങ്ങളെ ഇൻഷാ അല്ലാഹിന് സമയം എഴുതുന്നില്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ നമുക്ക് മനസ്സിൽ നിങ്ങളെ ഖൈറായ മുറാദുകളൊക്കെ കരുതിക്കോളി. നല്ല മുറാദുകൾ എല്ലാം മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ആരംഭിക്കുന്നു. റബ്ബേ നീ കബൂലാക്ക് അല്ലാഹ്. इंशाअल्लाह बिस्मिल्लाहिर रहमानिर रहीम या अल्लाह जल्ल जलालु ला इलाहा इल्लल्लाह या रहमान जल्ल जलालु ला इलाहा इल्लल्लाह या रहीम जल्ल जलालु ला इलाहा इल्लल्लाह या मलिक जल्ल जलालु ला इलाहा इल्लल्लाह या कुद्दूस जल्ल जलालु ला इलाहा इल्लल्लाह या सलाम जल्ल जलालु ला इलाहा इल्लल्लाह या मुमिन जल्ल जलालु ला इलाहा इल्लल्लाह या मुहैमिन जल्ल जलालु ला इलाहा इल्लल्लाह या अजीज जल्ल जलालु ला इलाहा इल्लल्लाह या जब्बार जल्ल जलालु ला इलाहा इल्लल्लाह या मुतकब्बिर जल्ल जलालु ला इलाहा इल्लल्लाह या खालिक जल्ल जलालु ला इलाहा इल्लल्लाह या बारिअ जल्ल जलालु ला इलाहा इल्लल्लाह या मुसव्विर जल्ल जलालु ला इलाहा इल्लल्लाह या गफ्फार जल्ल जलालु ला इलाहा इल्लल्लाह या क़ह्हार जल्ल जलालु ला इलाहा इल्लल्लाह या वह्हाब जल्ल जलालु ला इलाहा इल्लल्लाह या रज़्ज़ाक़ जल्ल जलालु ला इलाहा इल्लल्लाह या फ़त्ताह जल्ल जलालु ला इलाहा इल्लल्लाह या अलीम जल्ल जलाल ला इलाहा इल्लल्लाह या काबिल जल्ल जलाल ला इलाहा इल्लल्लाह या बासित जल्ल जलालु ला इलाहा इल्लल्लाह या खाफिद जल्ल जलालु ला इलाहा इल्लल्लाह या राफिअ जल्ल जलालु ला इलाहा इल्लल्लाह या मुअज़्ज़ जल्ल जलालु ला इलाहा इल्लल्लाह या मुज़िल्ल जल्ल जलालु ला इलाहा इल्लल्लाह या समीअ जल्ल जलालु ला इलाहा इल्लल्लाह या सबूर जल्ल जलाल ला इलाहा इल्लल्लाह या बसीर जल्ल जलाल ला इलाहा इल्लल्लाह या हकम जल्ल जलाल ला इलाहा इल्लल्लाह
خبير جل جلال لا إله إلا الله يا حليم جل جلال لا إله إلا الله يا عظيم جل جلال لا إله إلا الله يا غفور جل جلاله لا إله إلا الله يا شكور جل جلاله لا إله إلا الله يا علي جل جلاله لا إله إلا الله يا كبير يا كبير جل جلال لا إله إلا الله يا حفيظ جل جلال لا إله إلا الله يا مقيت جل جلاله لا إله إلا الله يا حسيب جل جلاله لا إله إلا الله يا جليل جل جلاله لا إله إلا الله يا كريم جل جلاله لا إله إلا الله يا رقيب جل جلاله لا إله إلا الله يا مجيب جل جلال لا إله إلا الله يا مجيب جل جلال لا إله إلا الله يا مجيب جل جلاله لا إله إلا الله يا واسع جل جلال لا إله إلا الله يا حكيم جل جلال لا إله إلا الله يا ودود جل جلال لا إله إلا الله يا مجيد جل جلال لا إله إلا الله يا باعث جل جلال لا إله إلا الله يا شهيد جل جلال لا إله إلا الله يا حق جل جلاله لا إله إلا الله يا وكيل جل جلال لا إله إلا الله يا قوي جل جلال لا إله إلا الله يا متين جل جلال لا إله إلا الله يا ولي جل جلال لا إله إلا الله يا حميد جل جلال لا إله إلا الله يا محصي جل جلاله لا إله إلا الله يا مبدئ جل جلاله لا إله إلا الله يا معيد جل جلال لا إله إلا الله يا محيي جل جلال لا إله إلا الله يا مميت جل جلال لا إله إلا الله يا حي جل جلال لا إله إلا الله يا قيوم جل جلال لا إله إلا الله يا واجد جل جلاله لا إله إلا الله يا
واجب جل جلاله لا إله إلا الله يا واحد جل جلاله لا إله إلا الله يا أحد جل جلاله لا إله إلا الله يا صمد جل جلاله لا إله إلا الله يا قادر جل جلاله لا إله إلا الله يا مقتدر جل جلاله لا إله إلا الله يا مقدم جل جلاله لا إله إلا الله يا مؤخر جل جلاله لا إله إلا الله يا أول جل جلاله لا إله إلا الله يا آخر جل جلاله لا إله إلا الله يا ظاهر جل جلاله لا إله إلا الله يا باطن جل جلاله لا إله إلا الله يا والي جل جلاله لا إله إلا الله يا متعالي جل جلاله لا إله إلا الله يا بر جل جلاله لا إله إلا الله يا تواب جل جلاله لا إله إلا الله يا منتقم جل جلاله لا إله إلا الله يا عفو جل جلاله لا إله إلا الله يا رؤوف جل جلاله لا إله إلا الله يا مالك الملك جل جلاله لا إله إلا الله يا ذا الجلال والإكرام جل جلاله لا إله إلا الله يا مقسط جل جلاله لا إله إلا الله يا جامع جل جلاله لا إله إلا الله يا غني جل جلاله لا إله إلا الله يا مغني جل جلاله لا إله إلا الله يا غني جل جلاله لا إله إلا الله يا مغني جل جلاله لا إله إلا الله يا غني جل جلاله لا إله إلا الله يا مغني جل جلاله لا إله إلا الله يا مانع جل جلاله لا إله إلا الله يا الله جل جلاله لا إله إلا الله يا نافع جل جلاله لا إله إلا الله يا نور جل جلاله لا إله إلا الله يا هادي جل جلاله لا إله إلا الله يا هادي جل جلاله لا إله إلا الله يا هادي جل جلاله لا إله إلا الله يا بديع جل جلاله لا إله
ഇല്ലല്ലാഹു യാ ബാഖി ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വാരിസ് ജല്ല ജലാൽ لا إله إلا الله يا رشيد جل جلال لا إله إلا الله يا رشيد جل جلال لا إله إلا الله يا صبور جل جلال لا إله إلا الله يا صبور جل جلال لا إله إلا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الله الله അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഈ മുത്തുമുഅ്മിനീങ്ങളെ നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ നിന്റെ നാമങ്ങളല്ലോ, നീ ഇഷ്ടപ്പെടുന്ന നാമങ്ങളല്ലോ ഈ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ അറിവിന്നിലാവ കുടുംബങ്ങളെ ചൊല്ലിയത്. അല്ലാഹ് റഹ്മാനേ, ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അത് കരിച്ച് കളയണേ അല്ലാഹുവേ. പ്രസവിച്ച് 90 കഴിയുന്നതിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട ചോരപ്പൈതലായ കുഞ്ഞെ ബ്രെയിൻ ട്യൂമറാണോ എന്ന് ഡോക്ടർമാരെ സംശയം പറയുന്നുണ്ട്. ഉസ്താദേ, ചെക്കപ്പിന് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ളൂ. ഇന്നത്തെ മജ്ലിസിൽ നിന്ന് പ്രത്യേകം ദുആ ചെയ്യണേ. ഒരുപാട് വർഷക്കാലം കാത്തിരുന്നതിന് ശേഷം കിട്ടിയ കുഞ്ഞാണ്. അല്ലാഹുവേ, ആ ചെറിയ കുഞ്ഞിനെ ചോരപ്പൈതലിന് വലിയ രോഗമാണോ എന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ടെസ്റ്റിന് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്. 3 ദിവസമായി. നാളെ അതിന്റെ റിസൾട്ട് അറിയും ഉസ്താദേ. ഒന്നുമില്ലാതിരിക്കാൻ അറിവിന്റെ മജ്ലിസിൽ വെച്ച് ഒന്ന് ദുആ ചെയ്യണേ. ആ പ്രിയപ്പെട്ട ഉപ്പ എത്രമാത്രം സങ്കടത്തോടുകൂടിയാണെന്ന് പറഞ്ഞത് അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്. അല്ലാഹ്, ആ റിസൾട്ട് ഒരു വിഷമവുമില്ല, ബ്രെയിൻ ട്യൂമറല്ല. അല്ലാഹ്, മാരകമായ രോഗമല്ല എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കറിയൂല ഞങ്ങൾ ആരുടെങ്കിലും ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുണ്ടോ, ഞങ്ങളെ കിഡ്നിക്ക് തകരാറുണ്ടോ, ഞങ്ങളെ വാൽവിന് തകരാറുണ്ടോ, ഞങ്ങളെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, എല്ലാം അറിയുന്നത് നിനക്ക് മാത്രമാണ്. റബ്ബേ, നീ ഞങ്ങളെ കുഴക്കല്ലേ അല്ലാഹ്, തളർത്തല്ലേ അല്ലാഹ്, കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും സർവ പ്രയാസങ്ങളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്.
ഉസ്താദേ, ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിന് 40 ആയിട്ടുള്ളൂ, എന്റെ പിത്തസന്ധിയിൽ കല്ലുണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. വല്ലാത്ത വേദനയാണ് ഉസ്താദേ. പ്രസവിച്ച ആ കുഞ്ഞുമായി ഒരു പ്രിയപ്പെട്ട സഹോദരി ഇവിടെ വന്ന് വല്ലാതെ വിഷമം പറഞ്ഞു. റബ്ബേ, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ, ഓപ്പറേഷൻ ഇല്ലാതെ നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കുടുംബങ്ങള് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. റബ്ബേ, നീ അവർക്കും ഞങ്ങൾക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനേ. പരിപൂർണമായ ശിഫ നീ നൽകണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്ക് അല്ലാ. ഓപ്പറേഷനിൽ വിധേയമാകുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ബോധമില്ലാത്തവർക്ക് ബോധം തിരിച്ചു കൊടുക്കണേ അല്ലാ. കിഡ്നി തകരാറിലായത് സുഖപ്പെടുത്തണേ അല്ലാ. ക്യാൻസർ രോഗികൾക്ക് 100% ശിഫ നൽകണേ അല്ലാ. ലിവറിന് ക്യാൻസർ ബാധിച്ചവരുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചവരുണ്ട്, കണ്ണിന് ബാധിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറെല്ലാം നോർമലാക്കണേ റഹ്മാനേ. തൈറോയിഡും ഗ്ലൂക്കോസിസും സോറിയാസിസുമെല്ലാം സുഖപ്പെടുത്തി തരണേ റഹ്മാനേ. അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബത്തിൽ ആരെല്ലാം രോഗികളുണ്ടോ അവർക്കെല്ലാം ശിഫ നൽകണേ അല്ലാ. അവർക്കെല്ലാം ശിഫ നൽകണേ അല്ലാ. അവർക്കെല്ലാം ശിഫ നൽകണേ അല്ലാ. അല്ലാഹ് അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ, ഞങ്ങളെ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. എന്നാണ് റബ്ബേ ഒരു കുഞ്ഞിക്കാനെ കാണുന്നത് പൊട്ടിക്കരഞ്ഞത് ആർക്കാൻ വേണ്ടി പലരും പറയാറുണ്ട്, മുന്നിൽ വന്ന് കരയാറുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് നിന്നോടാണ് ചോദിക്കാറുള്ളത്. അറിവിന്നിലാവ് കുടുംബങ്ങളുടെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ. മക്കളില്ലാത്തവർക്കെല്ലാം നീ മക്കളെ നൽകണേ റഹ്മാനേ. മക്കളുടെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ, പ്രസവത്തിൽ മുച്ചൊരു വന്നിട്ട് സംസാരിക്കാൻ കഴിയാതെ, പാല് കുടിക്കാൻ കഴിയാതെ, അല്ലാ ചുണ്ടിന്റെ ഭാഗം മേലോട്ട് ഓടിയിട്ട് ചെറിയ കുഞ്ഞു മക്കളുണ്ട്. ഓപ്പറേഷൻ നിർബന്ധമാണെങ്കിൽ ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തണേ അല്ലാ. റഹ്മാനേ, മക്കള് സംസാരിക്കാത്തവരുണ്ട്. എന്തോരു വലിയ വിഷമമാണ്. മാതാപിതാക്കള് സങ്കടത്തിലാണ്. അല്ലാഹുവേ, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, ഈ ജനലക്ഷങ്ങളുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ആ മക്കളെ നീ സംസാരിപ്പിക്കണം അല്ലാ. സംസാരിപ്പിക്കണേ അല്ലാ. സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാത്ത മക്കളുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, പറഞ്ഞിടത്ത് കിട്ടാതെ ഏതോ അവരുടെ ലോകത്തായി ജീവിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, സുഖപ്പെടുത്തണേ അല്ലാ.
സുഖപ്പെടുത്തണേ അല്ലാ. നടക്കാൻ കഴിയാത്ത മക്കളെ നടത്തണേ അല്ലാ. എല്ലാ അസുഖങ്ങളും കുറവുകളും പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ, ശിഫയുടെ വെള്ളമാക്കണേ. അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് 617ാമത്തെ മജ്‌ലിസാണ്. ഒരു മജ്‌ലിസും ഇന്നുവരെ അല്ലാഹ് ഒഴിയാതെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹ് നീ അവർക്കെല്ലാം ഖൈറ് നൽകണേ, റാഹത്ത് നൽകണേ. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ കുടുംബങ്ങളൊക്കെ അറിവിന്ദിലാവിന്റെ മജ്‌ലിസിലാണ്. അവർക്ക് നീ ബറക്കത്ത് നൽകണേ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം സുബഹി നമസ്കാരത്തിന് ശേഷം നടന്നപ്പോ ഒരുപാട് കുടുംബങ്ങളാ സൂറത്തുൽ കഹ്ഫ് പാരായണത്തിൽ ലൈവായിട്ട് ഞങ്ങളെ കൂടെ പങ്കെടുത്ത് അവർക്കെല്ലാം ഖൈറ് കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് ഏത് സമയത്ത് വെച്ചാലും ആ മജ്‌ലിസിലെല്ലാം പങ്കെടുക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ മുറാദുകളൊക്കെ ആശിലാക്കറബേ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കുറേ മുഅ്മിനീങ്ങളെ തരണേ അല്ലാഹ്.